ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രൂപയും കൂട്ടി CS അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയാണ്. അവർ രണ്ടുപേരും കൂടെ ദയാനന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ വാതിലുറന്നും ദയാനന്ദൻ, അല്ല ഇതാര്? കിരൺ മോനും കല്യാണി മോളോ? വാ വാ അകത്തേക്ക് വാ. അപ്പോൾ അവർ അകത്തേക്ക് വന്നു. അല്ല ദയാനന്ദ മാമ, കാരണവരെവിടെ? ആ സാറ് അമ്പലത്തിൽ പോയിരിക്കുക. അമ്പലത്തിലോ? അതെന്തിനാ അമ്പലത്തിൽ പോയത്? അത് പിന്നെ ഏതോ ജോത്സ്യനെ കാണണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ ഞങ്ങളോട് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് ഏതോ ഫ്രണ്ട് വന്നിട്ട് അവരെ കാണാൻ പോയിരിക്കുകയാണെന്നാണല്ലോ. അതൊന്നും എനിക്കറിയില്ല മക്കളെ. സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ആ നിങ്ങളിരിക്കും, ഞാൻ എന്തായാലും ചായ എടുക്കാം. ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ദയാനന്ദൻ ചായ എടുക്കാനായിട്ട് പോകും. അപ്പോൾ കിരണും കല്യാണി മുഖത്തോട് മുഖം നോക്കി. എന്തായാലും ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ കല്യാണി. അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുന്നു, നമ്മളോട് നോണ പറഞ്ഞിട്ട്. അമ്മയും അമ്പലത്തിൽ പോയിരിക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? ആ എനിക്കറിയില്ല കിരണേട്ടാ. ആ എന്തായാലും ഇന്ന് നമ്മൾ അച്ഛനെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകൂ, എത്ര വൈകിട്ടാണെങ്കിലും ശരി. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ കിരണേട്ട എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും CS-നെയുമാണ്. അവർ രണ്ടുപേരും രൂപയുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോഴേക്കും രൂപ, ഇവിടെ നിർത്തിയാൽ മതി ചന്ദ്രേട്ട. അതെന്താ രൂപയെ, ഞാൻ തന്നെ വീട്ടിലിറക്കാം. ഏയ് വേണ്ട വേണ്ട, ഇനി ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും. എൻ്റെ ആങ്ങളയുടെ മകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം. എൻ്റെ ആങ്ങളെ പരിചയമുള്ള ആൾക്കാർ പലരും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. ആ താൻ പേടിക്കണ്ടോ, അടുത്ത തൈപ്പൂയത്തിനെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് അമ്പലത്തിൽ പോകും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കറിയാം ചന്ദ്രേട്ട. ഷോ എന്നാലും ഈ പൊരിഞ്ഞ വെയിലത്ത് തന്നെ നടന്നു പോകണ്ടേ? സാരമില്ല. അത് കേട്ടതും CS-ൻ്റെ മുഖം ആകെ മാറി. എന്താ വിഷമമായ ചന്ദ്രേട്ട? പിന്നെ വിഷമാകാതിരിക്കോ? ആ ഇത്രയും നേരം ഒരുമിച്ച് ചുറ്റിക്കറങ്ങിയതല്ലേ, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തന്നെ എനിക്ക് വീണ്ടും കിട്ടിയത്. അപ്പോൾ പിന്നെ വിഷമമില്ലാതിരിക്കോടോ? പിരിയുന്നത് വല്ലാത്ത സങ്കടം. അത് കേട്ടതും നമ്മുടെ രൂപ, സാരമില്ല ചന്ദ്രേട്ട, എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരുമല്ലോ. ചന്ദ്രേട്ടന് ഓടിയെത്താം, പിന്നെ എന്താ കുഴപ്പം? എന്നാലും തനിക്ക് സങ്കടമൊന്നുമില്ലേ? പിന്നെ എനിക്കും നല്ല സങ്കടമുണ്ട് എൻ്റെ ചന്ദ്രേട്ടനെ പിരിയുന്നതിൽ. പിന്നെ എന്ത് ചെയ്യാനാ, പിരിഞ്ഞല്ലേ പറ്റൂ, നമുക്ക് കുറച്ചും കൂടെ സമയം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കാറിൽ നിന്ന് ഇറങ്ങുക. ആ എന്തായാലും യാമിനി എവിടെയുണ്ട്? യാമിനിയോട് മാത്രം ഞാൻ എല്ലാ കാര്യവും പറയും, അവളെ വിശ്വസിക്കാം, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനും അയാളുടെ മകളൊക്കെ എന്തായാലും പറഞ്ഞാൽ അവർക്കിട്ട് കൊട്ടുകൊടുക്കുന്നതും അവൾ തന്നെയാണ്. അതുകൊണ്ട് യാമിനിയോടെല്ലാം വിശ്വസിച്ച് പറയാം, അവളോട് ഞാൻ പറയുകയും ചെയ്യും. എന്നാൽ ഞാൻ വരട്ടെ ചന്ദ്രേട്ട, വീട്ടിലെത്തിയ ഉടനെ വിളിക്കണം കേട്ടോ. അത് പിന്നെ വിളിക്കാതിരിക്കുമോ? ഞാൻ വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് രൂപ പോയിട്ട് തിരിഞ്ഞു നോക്കുക. അതിനുശേഷം CS-ന് ടാറ്റ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. രൂപ പോയി കഴിഞ്ഞതും CS കാറിൽ കയറി. അപ്പോൾ രൂപ വീട്ടിലെത്തിയതും CS-നോട് പറയുക വിളിച്ച്, ഞാൻ വീട്ടിലെത്തിയിട്ട് ചന്ദ്രേട്ട. ആ വീട്ടിലെത്തിയോളോ? ആ എത്തി ചന്ദ്രേട്ട. ആ എന്നാൽ ഞാനും പോവുകയാണേ. ആ ശരി ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ രൂപ കോളിംഗ് ബെല്ലടിച്ചത് യാമിനി വാതിലുറക്കുക. എൻ്റെ മേഡം, ഇത്രയും ദിവസം മേഡം എവിടെ പോയിച്ചു? ഞാനാകെ പേടിച്ചു പോയി, ഫോണ് പോലും എടുക്കാതെ ഞാൻ വിളിച്ചിട്ട് കട്ട് ചെയ്ത് വിട്ടാണല്ലോ ചെയ്തത്. ഞാൻ ആകെ ടെൻഷനോട് കൂടി എവിടെ ഇരുന്നത് അറിയാമോ? എങ്ങോട്ടാണ് മേഡം പോയത്? അതൊക്കെ പറയാം, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, വാ എന്നും പറഞ്ഞ് യാമിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് രൂപ പറയാ, ഇത്രയും ദിവസേ ഞാൻ എൻ്റെ ഭർത്താവ് ചന്ദ്രേട്ടൻ്റെ കൂടെയായിരുന്നു. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ യാമിനി, ഞാൻ എൻ്റെ ചന്ദ്രേട്ടനോടൊപ്പമായിരുന്നു. അതെങ്ങനെ മേഡം, അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ ഞാൻ പറയാം, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വിശ്വസിച്ച് പറയുക, ആരോടും പറയരുത് കേട്ടോ. എന്നോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ആരോടും പറയില്ല മേഡം. മേഡത്തിന് എന്നെ വിശ്വസിക്കാം, നന്നായിട്ട് എന്നെ വിശ്വസിക്കാം. എന്നാലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആകട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ശരി മേഡം എന്നും പറയാം. അപ്പോൾ രൂപ അങ്ങോട്ട് പോയി, ചന്ദ്രസേനൻ സാറും മാഡവും ഒന്നിച്ചല്ലോ, സമാധാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിനി ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. അപ്പോഴേക്കും കിരണും കല്യാണിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയാനന്ദൻ ചായയും കൊണ്ട് വരും. എന്നാൽ മക്കളെ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CS അങ്ങോട്ട് വരിക. CS അങ്ങോട്ട് വന്നതും നമ്മുടെ കിരൺ ചോദിക്കുക, അല്ല അച്ഛാ അമേരിക്കയിലെ ഫ്രണ്ടിനെയൊക്കെ കണ്ടോ? ആ കണ്ടട മക്കളെ, കണ്ടു, അവരുമായിട്ട് നല്ല സംസാരത്തിലായിരുന്നു. അപ്പോൾ ദയാനന്ദൻ ചായ കൊടുത്തിട്ട് അടുക്കളയിലോട്ട് പോയിട്ടോ. എന്നിട്ട് അച്ഛനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിരിഞ്ഞു. ആണോ? എന്നിട്ട് അമേരിക്കയിലുള്ളവർ ഫ്രണ്ട്സുകളൊക്കെ അമ്പലത്തിനകത്താണോ ഇരിക്കുന്നത്? അത് കേട്ടതും CS ഒന്ന് പതറി. എന്താ നീ പറഞ്ഞേ? അമ്പലമെന്നോ? അതെ,
അമ്പലത്തിനകത്ത് അല്ല, അച്ഛൻ അമ്പലത്തിനകത്താണോ എന്ന് ഞാൻ ചോദിച്ചത്. അച്ഛൻ അമ്പലത്തിൽ പോയത് കൊണ്ടാണ്. അത് കേട്ടതും ഞാൻ അമ്പലത്തിൽ പോയെന്നോ? ഞങ്ങളോട് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. അണ്ണോൺ നമ്പറുകാരിയുടെ പിന്നാലെ പോയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഏതോ ജോത്സ്യനെ കാണണമെന്നോ ജോത്സ്യനെ കൊണ്ട് ജാതകം കുറിക്കണമെന്നൊക്കെ അറിഞ്ഞല്ലോ. എടാ മക്കളെ, നിങ്ങൾ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അപ്പോൾ കല്യാണി, അച്ഛാ സത്യം പറ അച്ഛാ, അച്ഛൻ എവിടെ പോയതാ? എൻ്റെ മോളെ, ഇവൻ എന്നെ സംശയിക്കുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ മോളും എന്നെ സംശയിക്കുകയാണോ? അയ്യോ, എനിക്ക് സംശയമൊന്നുമല്ല അച്ഛാ. പക്ഷെ എന്നാലും അറിയാനൊരാകാംക്ഷ. എന്താകാംക്ഷ? ഞാൻ അമ്പലത്തിൽ പോയി തന്നെയാണ്. ഒരു ജ്യോത്സ്യനെ കാണാനുണ്ടായിരുന്നു. പിന്നെ ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു, അണ്ണോൺ നമ്പറുകാരിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നും പിന്നെ ഒരു കല്യാണത്തിനുള്ള ഇതൊക്കെ ഉണ്ടെന്നും. അത് കേട്ടതും കിരൺ, എന്തായാലും എൻ്റെ അമ്മ അച്ഛനെ മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അച്ഛനെൻ്റെ അമ്മയോട് ദേഷ്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയെ മറന്ന് ആ അണ്ണോൺ നമ്പറുകാരിയെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. ഡാ ഒന്ന് പോടാ. 10-24 വർഷമായി എൻ്റെ രൂപയല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരും ഇല്ലടാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അന്നേ കല്യാണം കഴിച്ചാനായിരുന്നു. അത് കേട്ടതും, എന്നാലേ അച്ഛൻ ഇനി എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ആൾക്കാരെ വിട്ട് അന്വേഷിക്കാൻ പോവാ. വിട്ടോ എനിക്കതിലൊരു പ്രശ്നവുമില്ല. അത് കേട്ടതും നമ്മുടെ കിരൺ, അതെന്താ ഞാൻ ആളെ വിടുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊരു പേടിയോടുകൂടിയാണല്ലോ വിട്ടോന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ദേടാ, വെറുതെ എന്നെ ഇട്ട് ഇതാക്കല്ലേ. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ ആരും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS, ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുക. അങ്ങനെ CS അകത്തേക്ക് പോയതും രൂപ കല്യാണിയെ ഫോൺ വിളിക്കുക. അതേ കിരണേട്ടാ, അമ്മയാണ് വിളിക്കുന്നത്. ആണോ? എന്നാൽ എടുക്കുക കല്യാണി. അപ്പോൾ കല്യാണി ഫോൺ എടുത്തു. ഹലോ അമ്മേ. മോളെ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മ അവിടെ നിൽക്കുക, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം കിരണേട്ടാ, അമ്മ വീട്ടിലെത്തി, ഞാൻ അങ്ങോട്ടൊന്ന് പോവുക. അത് വേണ്ട, താൻ എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ട് വാ, നമുക്ക് ഒരുമിച്ച് അമ്മയുടെ അടുത്ത് പോവാം. ഞാൻ തന്നെ അവിടെ ആക്കിത്തരാം, അമ്മ അറിയണ്ട. എന്നാൽ ശരി കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞ് അവർ രണ്ടുപേരും രൂപയുടെ അടുത്തേക്ക് പോവുക. കിരൺ പോയില്ലട്ടോ, കിരൺ മാറിയുന്നു. അപ്പോൾ കല്യാണി അങ്ങോട്ട് എന്നതും, അമ്മേ പറ മോളെ, എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? അമ്മയല്ലേ പറയേണ്ടത്. അമ്മ എന്താ ഒന്നും പറയാതെ പോയത്? അത് പിന്നെ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിപ്പോയതാ മോളെ. അത് മാത്രമല്ല, മുരുക ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം എന്താ പറയുക പെട്ടെന്നുണ്ടായതുകൊണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റിയില്ല. പിന്നെ ആ ഭഗവാന്റെ കാര്യം അറിയാമല്ലോ, നല്ല ശക്തിയുള്ള ഭഗവാനാണ്. അത് കേട്ടതും, ഇനിയെങ്കിലും അമ്മ എവിടെ പോയാലും എന്നോട് പറയണം. ഇനി എവിടെ പോയാലും മോളോട് പറഞ്ഞിട്ടേ പോകുള്ളൂ. അല്ലമ്മേ, ഇത്രയും ദിവസം അമ്പലത്തിലായിരുന്നോ? അതെ, അവിടെ ഇരുന്ന് ഭജന എടുക്കലും കാവടി കാണലും ഒക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം മനസ്സിന് എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് മോളെ. അച്ഛനും നിങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കിരൺമോനും സോണിമോൾക്കും കല്ലുമോനും പിന്നെ ചാരുമോൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. പാറമോളുടെ അസുഖം മാറാനും എല്ലാം പ്രാർത്ഥിച്ചു. എന്തായാലും അമ്മ വന്നല്ലോ, സമാധാനമായി. ഇത്രയും ദിവസം മനസ്സിന് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോയെന്ന് ഓർത്തിട്ടുള്ള ടെൻഷൻ. എന്തായാലും അമ്മ എത്തിയതുകൊണ്ട് മനസ്സിനൊരു ആശ്വാസമായി. അമ്മയുടെ ആങ്ങളെയും ആ സരയും ഒന്നും സത്യം അറിയാൻ പാടില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പ്രശ്നമാവും കേട്ടോ. ഇല്ല മക്കളെ, ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും കൂട്ടി രൂപഭാഗത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ്. മണിയറയിൽ മുല്ലപ്പൂ കയ്യിൽ ചുരുട്ടി വെച്ച് ആ മുല്ലപ്പൂവും മണത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തു നല്ല മണം, ആദ്യ രാത്രിയിൽ പറ്റിയ മണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കട്ടിലിരുന്ന് ശരണ്യയുടെ എന്താ പറയുക നല്ല സുന്ദരമായ മുഖവും ശരീരമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശരണ്യ വന്നു. വെള്ള സാരി ഉടുത്ത്, കഴുത്തിൽ മഞ്ഞച്ചരട് മാത്രമേ ഉള്ളൂ കേട്ടോ, താലിയുണ്ട്. വെള്ള സാരി ഉടുത്ത് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് ശരണ്യ വരിക. അപ്പോൾ ശരണ്യയെ കണ്ടത് വിക്രം വെള്ള സാരി ഒന്നും ശ്രദ്ധിച്ചില്ല. എന്ത് സാരി ആണെങ്കിലും എന്താ എന്നും കയ്യിൽ പാലുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ശരണ്യ കഥ കടച്ച് കുറ്റിയിട്ടതും വിക്രം അടുത്തേക്ക് ചെന്നിട്ട് ശരണ്യയെ ഇങ്ങനെ നോക്കുക, അടി മുതൽ മുടി വരെ. അതിനുശേഷം ശരണ്യയുടെ തോളത്തൊന്ന് കൈവച്ചു. എന്നിട്ട് വിക്രം ശരണ്യയോട്, പാല് നമുക്കുള്ളതാണോ? അത് കേട്ടത്, പാലോ? ഇത് ചോര, ചുടുചോര. അത് കേട്ടതും വിക്രം ചോരയോ എന്നും ചോദിക്കുക ശരണ്യയോട്. അതെ, ഇത് ചുടുചോര എന്നും പറഞ്ഞ് ശരണ്യ ഇങ്ങനെ ആ പാലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്താ തമാശ പറയുവാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ വിക്രം. അത് കേട്ടതും, തമാശയല്ലടാ സത്യ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ വിക്രത്തിൻ്റെ കരണത്തിട്ടൊരു അടി. അപ്പോൾ വിക്രം പേടിച്ച് ശരണ്യെ തന്നെ ഇങ്ങനെ നോക്കുക. ഈശ്വര, ഇവൾക്കിത് എന്താ പറ്റിയേ? ഇത്ര നേരം ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ.
അപ്പോൾ ശരണ്യ പാലവിടെ കൊണ്ട് വെച്ചു. അതിനുശേഷം കട്ടിലിരുന്ന പൂക്കൾ ഇങ്ങനെ എടുത്ത് വാരി വാരി എറിയുക. ഹായ് ഹായ്, എന്ത് രസം, എന്തൊരു രസം എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിനുശേഷം ആ പൂക്കൾ ഇങ്ങനെ എറിഞ്ഞിട്ട് നല്ല പാലപ്പൂവിൻ്റെ മണം, എന്ത് നല്ല സുഗന്ധം. അത് കേട്ടത് വിക്രം, പാലപ്പൂവോ, നിനക്കെന്താ വല്ല കാഴ്ചക്കുറവുണ്ടോ? ഇത് മുല്ലപ്പൂവാ. അത് കേട്ടതും, എനിക്കല്ലടാ, നിനക്കാ കണ്ണിന് കാഴ്ചക്കുറവ്, ഇതേ പാലപ്പൂവാ, പാലപ്പൂവ്. നോക്കിയേ, പാലപ്പൂ പൂക്കുന്ന ഈ സമയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കേട്ടതും വിക്രത്തിൻ്റെ മുഖം വീണ്ടും മാറി. ഈശ്വര, ഇവളിനി എന്നെ കളിപ്പിക്കുകയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ശരണ്യ ആ പൂക്കളൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് അതിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് നിൽക്കുക. ഈ സമയം വിക്രം, ശരണ്യെ നീ പാല് കുടിക്കേ. പാലല്ല, ചോര, എനിക്ക് ചോര കുടിക്കാൻ സമയമായി, ആ ചോര ഇങ്ങെടുക്ക്. അത് കേട്ടതും വിക്രം, ചോരയോ പാലോ, ആ ചോര ഇങ്ങെടുക്കാൻ. അത് കേട്ടതും വിക്രം അവിടെ നിന്ന് പാല് ഭയങ്കര സ്പീഡിൽ പോയി എടുത്തിട്ടൊന്ന് ശരണ്യക്ക് കൊടുക്കുക. ശരണ്യ അത് മുഴുവനും വലിച്ചു കുടിച്ചതിന് ശേഷം വിക്രം നോക്കി നിൽക്കുക. ഈശ്വര, എനിക്ക് തന്നില്ലല്ലോ ഇവള്. ചോദിക്കണ്ട, ചോദിച്ചാൽ ചിലപ്പോൾ തല്ല് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും ശരണ്യ പാല് കുടിച്ചിട്ട് ഒന്ന് അട്ടഹസിച്ച് ചിരിക്കുക. ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചിരി കഴിഞ്ഞതും പുതുമഴയായി വന്നു നീ എന്നൊരു പാട്ട് പാടി കുറേ നേരം ആ സാരിയും പിടിച്ച് നമ്മുടെ ആകാശഗംഗയില പ്രേതം നടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വിക്രം വായം പൊളിച്ച് നോക്കി നിൽക്കുക. ദൈവമേ, ഇതൊക്കെ ആദ്യരാത്രിയുടെ ഭാഗമായിട്ട് ഇവളുടെ നാടകമാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുക. പകുതി പേടി, പകുതി മനസ്സിൽ എന്തൊക്കെയോ തോന്നലും രണ്ടും കൂടെ ആയപ്പോൾ വിക്രത്തിന് നല്ല ടെൻഷനായി. എന്നിട്ട് വിക്രത്തിനോട് പറയുക, എന്നാ ഗുഡ് നൈറ്റ്, എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് ഒറ്റ കിടപ്പ് കട്ടിലേക്ക് കയറി നീണ്ടു നിവർന്ന് കൂർക്കം വലിച്ചു. ആ സമയം വിക്രം, ഇവളിനി കളിപ്പിക്കുകയാണോ എന്നും പറഞ്ഞ് അവിടെ ചെന്നിരുന്നു. ശരണ്യയുടെ അടുത്ത് ചെന്നിരുന്നതിന് ശേഷം വിക്രം ശരണ്യയോട് പറയുക, ശരണ്യ ഉറങ്ങുകയാണ് കേട്ടോ, ശരണ്യയോട് പറയുക, നീ എന്നെ കണ്ടപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര അത്ഭുതം മോളെ തോന്നിയിട്ടുള്ളത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുതലേ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ ഒരു സ്പെഷ്യലാണ്, അതുകൊണ്ട് തന്നെ ആദ്യരാത്രിയും സ്പെഷ്യലാക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആയിരിക്കും, എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതുപോലെ ഞാൻ തിരിച്ചും നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് മോളെ. എന്തായാലും നിൻ്റെ ഈ അടവൊക്കെ എനിക്കറിയാം എന്തിനു വേണ്ടിയാണെന്ന്. എനിക്ക് നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ആ കട്ടിലേക്ക് കിടന്ന് ശരണ്യയെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ പോകുക. പെട്ടെന്ന് കണ്ണ് തുറന്നതും ശരണ്യ, മാറി നിൽക്കട പട്ടി എന്നും പറഞ്ഞൊരു ഒറ്റ തള്ള്. വിക്രം ചാടി എഴുന്നേറ്റ് അവിടെ നിന്നു. എന്താടാ നിനക്ക് വേണ്ടത്? എൻ്റെ ഉറക്കം കളയാൻ വന്ന പട്ടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ പള്ളക്കിട്ട് ഒരൊറ്റ ചവിട്ട്. വിക്രം തെറിച്ച് പോയ മതിലിൽ ചാരി താഴെ ഇങ്ങനെ ഇരിക്കാൻ പോവുക. വീണതിന് ശേഷം ശരണ്യ, എന്നെ തൊട്ടാലുണ്ടല്ലോ നിൻ്റെ ചോര ഞാൻ കുടിക്കും. ഒരു ഗ്ലാസ് ചോര കുടിച്ചതിൻ്റെ ദാഹം ഇനിയും മാറിയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും ചോര കുടിക്കാനുള്ള സമയം ഉണ്ടാക്കരുത്, മനസ്സിലായോ എന്നും പറയാം. അപ്പോൾ വിക്രം ഉവ്വ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ. അതൊക്കെ ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.